നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾക്ക് മക്കള് +2 ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 പഠിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. ചോദ്യം എന്താണെന്നറിയോ? ആളുകളെ മോന് ജോലി ആയില്ലേ അല്ലെ മോക്ക് ജോലി ആയില്ലയോ എന്നുള്ള ചോദ്യം കാരണം അവരിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ +2 കഴിഞ്ഞവരും 10ാം ക്ലാസ് കഴിഞ്ഞവരും മാതാപിതാക്കൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. 100% ജോലി ലഭിക്കുന്ന നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെ ലൈവ് ടിവിയുടെ കേരള ഗൈഡിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ധൈര്യമായിട്ടിരുന്നോ, ജോലി കിട്ടും. 100% ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ മാഞ്ഞൂരിലുള്ള സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽസ് ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കാം. വരൂ. സെന്റ് സേവിയേഴ്സ് കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിന്റെ MD പ്രിയപ്പെട്ട സിമ്മി മാത്യു സാർ ഞങ്ങളോടൊപ്പം. സാറേ നമസ്കാരമുണ്ട്. എനിക്കൊന്ന് നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് അല്ലേ? നമുക്ക് ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് സാറേ ഉള്ളത്? നമുക്ക് മെയിനായിട്ട് 2 ഇയർ കോഴ്സുകളാണ് ഉള്ളത്. അതിനകത്ത് നഴ്സിംഗിൻ്റെ അകത്ത് 3 തരത്തിലുണ്ട്. ഒരു 2 വർഷത്തെ കോഴ്സുണ്ട്, പിന്നെ അതുപോലെ 1 വർഷത്തെ ഉണ്ട്, പിന്നെ 6 മാസത്തേക്കായിട്ട് ട്രെയിനിങ് കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മെയിനായിട്ട് തന്നെ 2 ഇയർ കോഴ്സാണ് വരുന്നത്. ഡിപ്ലോമ ഇൻ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യൻ്റ് കെയർ എന്നാണ് എൻ്റെ കോഴ്സിന് ശരിക്കുള്ള പേര്. അത് BSS ഭാരത സേവക സമാജം എന്ന് പറഞ്ഞത് ബോർഡിൻ്റെ അണ്ടറിലാണ് ചെയ്യും. അത് ഒത്തിരി ജോലി സാധ്യതയുണ്ട്, എല്ലാ കാര്യങ്ങളും. നമുക്ക് 1 വർഷം നമ്മളിവിടെ ഇത് തിയറി ക്ലാസ് കൊടുത്തിട്ട് അടുത്ത വർഷം മൊത്തം അതിന് പ്രാക്ടിക്കലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഹോസ്പിറ്റൽ വഴിയായിരിക്കും പ്രാക്ടിക്കൽ നടക്കുന്നത്. നമുക്ക് ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസയേ ഉള്ളൂ. അതുകൂടാതെ സെക്കൻഡ് ഇയറിൽ ഇവർക്ക് പ്രാക്ടിക്കലിന് കയറുന്ന സമയത്ത് ഒരു മാസം ഏറെക്കുറെ 5000 രൂപ അടുത്ത് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഇവർക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. ഫുഡിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ പോകുള്ളൂ. 10,000 രൂപയൊക്കെ പോയാൽ 4,000 രൂപയോളം ഏറ്റവും കുറഞ്ഞത്, അത് കൂടുതലേ കിട്ടുള്ളൂ. 4,000 രൂപയോളം സ്റ്റൈഫൻഡായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെ നമ്മൾ ഒരു ഓവർ ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിന് എക്സ്ട്രാ പൈസയും നമ്മൾ ഹോസ്പിറ്റലുകാർ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പഠനത്തോടൊപ്പം തന്നെ നമുക്ക് സ്റ്റൈഫൻഡും കിട്ടുന്നു. അതാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? അത് എല്ലാ കോഴ്സിനും കിട്ടുന്നുണ്ടോ സാറേ? എല്ലാ കോഴ്സിനും ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന നഴ്സിംഗ് കോഴ്സുകൾക്കാണ്. പിന്നെ ബാക്കിയുള്ള കോഴ്സ് ഇപ്പോൾ ലാബ് ഉണ്ട്, ഫാർമസിയുടെ ഉണ്ട് കോഴ്സുണ്ട്, അതുപോലെ തന്നെ MRI ഉണ്ട്, അതുപോലെ തന്നെ ഡയാലിസിസ്, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. നമ്മൾ അതിനകത്തൊക്കെ സ്റ്റൈഫൻഡ് ഇത്രയും വലിയല്ല, സെയിം ഫീസും കാര്യങ്ങൾ വന്നാലും ഫസ്റ്റ് ഇയർ തിയറി ക്ലാസ്, സെക്കൻഡ് ഇയർ നമ്മൾ ഹോസ്പിറ്റൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഹോസ്പിറ്റൽ കേരളത്തിലുണ്ട്. കേരളത്തിൽ നമ്മുടെ തന്നെ 2 ഹോസ്പിറ്റലുകളുണ്ട്. ഒന്ന് സെന്റ് സേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറുപ്പത്തറയിൽ തന്നെ ഉണ്ട്, പിന്നെ സെന്റ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എലഞ്ഞിയിലുണ്ട് ഹോസ്പിറ്റൽ. അതുകൂടാതെ തന്നെ നമ്മൾ മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളത്തുണ്ടായിരുന്നു, കേരളത്തിൽ തന്നെ. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, അതുപോലെ ഒത്തിരി ഹോസ്പിറ്റലുകളുണ്ട് നമുക്ക് ഇവിടെ തന്നെ. അത് കൂടുതലും പിള്ളേർ പോകുന്നത് കേരളത്തിന് വെളിയിലേക്കാണ്. ഹൈദരാബാദ്, മഹാരാഷ്ട്ര, UP അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അവിടെ ആകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റൈഫൻഡ് കൂടുതൽ കിട്ടും, പിന്നെ പുതിയ ഭാഷകൾ പഠിക്കാൻ പറ്റും. ട്രെയിനിങ് ഇച്ചിരി കൂടെ ഒക്കെ ഒരു സിമ്പിളായിരിക്കും. ജോലികൾ കൂടുതൽ പഠിക്കാൻ ഇച്ചിരി കൂടെ കേരളത്തിന് വെളിയിൽ പോകുന്നത് നല്ലത്. അപ്പൊ അങ്ങനെ ഒത്തിരി പിള്ളേർ കേരളത്തിന് വെളിയിലേക്കാണ് കൂടുതൽ പിള്ളേർ പോകുന്നത്. കോഴ്സുകളൊക്കെ കാലാവധി എങ്ങനെയാണ്? എല്ലാം തന്നെ 2 വർഷത്തെയാണ് കോഴ്സുകൾ വരുന്നത്. പിന്നെ നമുക്ക് 3 വർഷത്തെ ഒരു കോഴ്സ്, അത് നമ്മൾ കേരളത്തിന് വെളിയിലാണ്, ബാംഗ്ലൂരാണ് നമ്മൾ അതിൻ്റെ ചെയ്യുന്നത്. അത് ജനറൽ നഴ്സിംഗ് ആണ്, അത് കേരളത്തിന് വെളിയിൽ ചെയ്യുന്നതാണ്. നമ്മൾ ബാക്കിയുള്ള കോഴ്സ് ഇവിടെ ചെയ്യുന്നതെല്ലാം 2 ഇയർ കോഴ്സുകളാണ് മെയിനായിട്ട് വരുന്നത്. അതെല്ലാം 2 വർഷത്തെ കോഴ്സുകളാണ്. അപ്പോൾ എന്നോട് സ്റ്റുഡൻസ് പറഞ്ഞത് നമ്മുടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് പഠനം കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, സിമ്മി സാർ ഉടനെ തന്നെ ജോലിയാക്കി കൊടുക്കും. ക്യാമ്പസ് പ്ലേസ്മെന്റ് വലിയൊരു കാര്യമാണെന്നാണ് പറഞ്ഞത്. അത് 100% നമുക്ക് ഉറപ്പാണ്. അതായത് ഈ ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ ഇവർക്ക് സ്റ്റൈഫൻഡ് കിട്ടി, ട്രെയിനിങ്ങും കറക്റ്റായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഇയർ എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകൾക്കും ഏറ്റവും കുറഞ്ഞത് 8,000 തൊട്ട് 10,000 രൂപയ്ക്ക് സാലറിക്ക് നമ്മൾ ക്യാമ്പസിൽ നിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഹോസ്പിറ്റലിലേക്കും പോകും. അത് ശരി.
ഏറ്റവും കുറഞ്ഞ, അത് കൂടുതലേ ഉള്ളൂ, ഏറ്റവും കുറവാണ് ഞാൻ പറയുന്നത്. അത് ശരി. അതുപോലെ ഈ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെ സാറേ? 10ാം ക്ലാസ് പ്ലസ് ടു? 10ാം ക്ലാസ് മതി, എന്നാലും +2 വരെ പോകണം, അല്ലെങ്കിൽ ഇവർക്ക് പഠിക്കാനുള്ളൊരു കാലിബർ കിട്ടിയില്ല. അതുകൊണ്ട് +2 വരെ നമ്മൾ തോറ്റാലും കുഴപ്പമില്ല, എന്നാൽ അത്യാവശ്യം ഇത്തിരി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു കഴിവുള്ളൊരു ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ പഠിപ്പിച്ച് നല്ലൊരു, അതിപ്പം വിദേശത്തേക്കായാലും എല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നു. അത് ശരി. കാര്യം ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഒന്നാണല്ലോ നഴ്സിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ വിദഗ്ധരായ അധ്യാപകർ, അത് ഏത് സ്ഥാപനത്തിൻ്റെ ഒരു വിജയമാണ്. ഇവിടുത്തെ പ്രധാന ഒരു ഘടകമാണ് മിടുക്കരായ അധ്യാപകർ, സുസജ്ജമായ പ്രാക്ടിക്കൽ ലാബുകൾ. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റിയെ കുറിച്ചൊന്ന് പറയാം സാറേ. നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാവരും തന്നെ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരാണ്. എൻ്റെ വൈഫാണ് പ്രിൻസിപ്പൾ ഉള്ളത്, ഉണ്ട്, ഇപ്പം പരിചയപ്പെടാം. അതുപോലെ തന്നെ ബാക്കി എല്ലാ സ്റ്റാഫുകളും BSc കഴിഞ്ഞവരും പോസ്റ്റ് BSc കഴിഞ്ഞ സ്റ്റാഫുകളുമാണ് നമുക്ക് എല്ലാവരും തന്നെ. നമ്മുടെ ഈ കോഴ്സിന്റെ സമയം എങ്ങനെയാണ് സാറേ? ക്ലാസ് ടൈം? ക്ലാസ് ടൈം 10 to 4 ആണ് ക്ലാസ് ടൈം. അത് ശരി. നമുക്ക് ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഉണ്ട്? പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്. നമുക്ക് കേരളത്തിന്റെ എല്ലാ വശത്തു നിന്നാണ്. കേരളത്തിൽ പോലും തമിഴ്നാട്ടിൽ നിന്നുണ്ട് പിള്ളേർ വരുന്നുണ്ട്, കർണാടക മംഗലാപുരം സൈഡിൽ നിന്ന് പിള്ളേർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ആസാം സൈഡിൽ നിന്ന് പിള്ളേരുണ്ട് നമുക്ക് ഇവിടെ. ഓൾ ഇന്ത്യ സർവീസ് ആണല്ലേ? കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് പിള്ളേർ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫെസിലിറ്റി ഉണ്ട് നമുക്ക്. ആണല്ലേ? അഡ്മിഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഏത് സമയത്ത് നമ്മൾ അഡ്മിഷൻ തുടങ്ങുന്നത്? അഡ്മിഷൻ ഏറെക്കുറെ ഫസ്റ്റ് ഈ +2ന്റെ റിസൾട്ട് വരുന്ന ടൈമിലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ശരി. ഇപ്പൊ പുതിയൊരു ബാച്ച് തുടങ്ങി? പുതിയ ബാച്ച് ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അഡ്മിഷൻ തീർന്നിട്ടില്ല. നമുക്ക് ഏറെക്കുറെ ഒരു അടുത്ത മാസം കൂടെ, ഈ മാസം ലാസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി ക്ലോസ് ചെയ്യുള്ളൂ. ബോഡിയിൽ നിന്ന് എന്ന് ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ അന്ന് വരെ നമുക്ക് എടുക്കാം. നമ്മുടെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? നമുക്ക് വേറെ ഒന്നുമില്ല, SLCയുടെ ഒറിജിനൽ ആണ് നമുക്ക് വേണ്ടത്. പിന്നെ 5 ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, ഇത്രയാണ് നമുക്ക് അഡ്മിഷൻ ടൈം വേണ്ടത്. 1000 രൂപയുള്ളൂ നമുക്ക് അഡ്മിഷൻ ഫീസ് വരുന്നത്. പിന്നെ നമുക്ക് പൈസ തന്നെ നമുക്ക് ഉള്ള പൈസ ഉള്ളതുപോലെ ഒരു വർഷം ഗഡുക്കളായിട്ട് അടയ്ക്കരുത്, ഒരുമിച്ച് അടയ്ക്കേണ്ട, ലോൺ എടുക്കേണ്ട ഒന്നും വേണ്ട. ലോൺ ബാങ്കിലേക്ക് അടയ്ക്കുന്ന പോലെ നമുക്ക് ഇവിടെ പൈസ അടച്ചാലും മതി. അപ്പൊ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ MD ആണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ ഉള്ളപോലെ പൈസ അടയ്ക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. പറഞ്ഞോ സാർ, വലിയ മനസ്സിന് നന്ദി കേട്ടോ. കുട്ടികൾക്ക് പ്രചോദനമാണ് അങ്ങനെ പറയുമ്പോഴേ ഇന്നത്തെ കാലഘട്ടം. നമുക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷി എല്ലാവർക്കും ഒത്തിരി ശേഷിയുള്ളവരല്ലാണ് വരുന്നത്. സാമ്പത്തികം കുറഞ്ഞ ആൾക്കാരും പല പല രീതിയിലുള്ള ആൾക്കാരെ വരും. അപ്പം നമ്മൾ ഒരു കാരണവശാലും പൈസ എന്ന് പറഞ്ഞ് പിള്ളേരെ വിളി അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് അടയ്ക്കണം, അല്ലെങ്കിൽ അടുത്ത വർഷം പിള്ളേർ പിന്നെയും വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ കുറേശ്ശെ ഉള്ളവർ മാസം അടയ്ക്കാം. അവർക്ക് ഇനിയിപ്പോൾ 1000 രൂപ 1000 രൂപ കൊണ്ട് അടയ്ക്കാം. എങ്ങനെ ഏത് രീതിയിൽ അടയ്ക്കുന്ന പൈസയ്ക്ക് ബില്ല് മേടിച്ച് സൂക്ഷിക്കുക. ലാസ്റ്റ് നമ്മൾ കൂട്ടി നോക്കിയിട്ട് ബാക്കി എത്ര ഉണ്ടെന്ന് പറയാം, അതനുസരിച്ച് അടച്ചു വെക്കുക. അതാണ് നമ്മുടെ പ്രിൻസിപ്പൾ വൈഫാണല്ലേ? വൈഫാണ് പ്രിൻസിപ്പൾ. പുള്ളിക്കാരാണ് ഇതിന്റെ ചാർജ് എല്ലാം? അതെ, ഫുൾ ചാർജ് പുള്ളിക്കാരത്തിന് അണ്ടറിലാണ് ഇത് ഓടുന്നത്. എൻ്റെ പേര് അനുപമ കൃഷ്ണൻ. ഇത് സോനാമോൾ ജോൺ. ഞങ്ങൾ നേഴ്സിംഗ് ആണ് പഠിക്കുന്നത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ. പിന്നെ ഇത് പഠനത്തോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിക്ക് ടീച്ചേഴ്സ് നല്ല രീതിക്ക് പഠിപ്പിക്കുകയും അതേപോലെ തന്നെ പോർഷൻസൊക്കെ കവർ ചെയ്യുകയാണെങ്കിലും എല്ലാം നല്ല മനസ്സിലാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നേഴ്സിംഗ് പഠന രംഗത്തോട്ട് കടന്നു വരുന്നവർക്ക് ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സാർ ഇവിടെ നിന്ന് തന്നെ നമ്മളെ വിടുന്നതാണ്. പിന്നെ അതേപോലെ എക്സാം ആണെങ്കിലും എല്ലാം നമുക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. മിസ്സുമാരാണെങ്കിലും സാറുമാരാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തരുന്നത്. ഞങ്ങളുടെ ഈ കോളേജ് മെയിനായിട്ട് ഞങ്ങൾ ഡിപ്ലോമ ഇൻ പേഷ്യൻ്റ് കെയർ എന്ന് പറഞ്ഞ 2 വർഷത്തെ കോഴ്സാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ DMLT 2 വർഷത്തെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, അതുപോലെ റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി, അതുപോലെ ഫാർമസി അസിസ്റ്റൻറ്റ്, ഈ കോഴ്സുകളെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 ഇയർ കോഴ്സുമായിട്ടും 1 ഇയർ കോഴ്സുമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കോഴ്സ് കഴിഞ്ഞാലും നമ്മൾ ഇതിന് പ്ലേസ്മെൻറ്റ് നൽകുന്നുണ്ട്. ഇവിടെ ആരും ഒരു കുട്ടി പോലും ജോലി ഇല്ലാതെ നിൽക്കുന്നില്ല. എല്ലായിടത്തും പല അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് നമ്മൾ ശരിക്കും അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് മെച്ചപ്പെട്ട ഒരു സ്റ്റൈഫൻഡ് അതത് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കാറുണ്ട്. അപ്പം ഒരു കോഴ്സ് കഴിഞ്ഞ ശേഷം തന്നെ ഒത്തിരി കുട്ടികൾക്ക് എബ്രോഡ് പോകാനും എല്ലാവിധ ഹെൽപ്പുകളും ഞങ്ങളുടെ കോളേജിൽ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് തന്നെ എക്സാം സെൻറ്ററുകൾ നമ്മുടെ കോളേജിൽ തന്നെയാണ്. അപ്പോൾ എക്സാം എല്ലാം ഞങ്ങൾ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം കോളേജ് ബോർഡിൽ നിന്ന് എക്സാമിനർ ആരെങ്കിലും വരും എക്സാം സമയത്ത്,
അപ്പം ഒരു എക്സാം സെന്റർ തന്നെ ഞങ്ങളുടെ കോളേജിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ സ്റ്റാഫ് നല്ലൊരു സ്റ്റാഫാണ്, ഞങ്ങൾക്ക് നന്നായി ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം. അവർ എല്ലാവരും എന്താ പറയുക, ഞങ്ങളുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 10 to 4 ആണ്. അപ്പോൾ 10 to 4 തന്നെ വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങളുടെ ഒപ്പം നിന്ന് സ്ട്രോങ് ആയി വർക്ക് ചെയ്യുന്നവരാണ് എല്ലാ ടീച്ചേഴ്സും. ഞങ്ങൾ ഇവിടെ എല്ലാ കാര്യത്തിലും ഞങ്ങളൊരു പേരൻസിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് ഇപ്പം വർഷത്തിൽ 2 തവണയെങ്കിലും PTA മീറ്റിംഗ് നടത്താറുണ്ട്. അത് പേരൻസിന്റെ അഡ്വൈസ് അനുസരിച്ചാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് തന്നെ. അതോടൊപ്പം പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും, അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു 2 hour ഞങ്ങളൊരു കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട്. അത് അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ അവർ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ അത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും അവർ ഇൻവോൾവ് ആണ്. അതുപോലെ ഓണം, ക്രിസ്മസ്, അങ്ങനെ എല്ലാ സെലിബ്രേഷൻസും ഞങ്ങൾ നന്നായി ഇവിടെ ആഘോഷിച്ച് എല്ലാ രീതിയിലുമാണ്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ക്യാപ്പിംഗ് സെറമണി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മളിവിടെ നടത്തുന്നുണ്ട്. അത് നമ്മളെല്ലാ പിള്ളേരും പേരൻസ് അടക്കം വലിയൊരു പ്രോഗ്രാം ആയിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ആൾക്കാരും സൊസൈറ്റിയിലെ മെയിൻ ആൾക്കാരെല്ലാവരും വന്നാണ് ഇൻവോൾവ് ആയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ശരി സാർ, ഈ സ്ഥാപനത്തിലെ ലൊക്കേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയും. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലമാണ്, കോട്ടയം ജില്ലയാണ്. എറണാകുളം കോട്ടയം റൂട്ടാണ്. അതിനകത്ത് കോട്ടയത്ത് നിന്നാണെങ്കിൽ 20 കിലോമീറ്റർ ഉണ്ട്, എറണാകുളത്ത് നിന്ന് 40 കിലോമീറ്ററിന് ഇടയ്ക്കാണ് കുറുപ്പന്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് മെയിൻ റോഡ് എറണാകുളം കോട്ടയം റൂട്ടിൽ തന്നെയാണ് നമ്മുടെ സ്ഥലം ഇത് വരുന്നത്. മാഞ്ഞൂരാണ് നമ്മൾ പഞ്ചായത്ത് കാര്യങ്ങളുടെ മാഞ്ഞൂർ, കുറുപ്പന്തറ എന്നാണ് സ്ഥലത്തിന്റെ പേര് വരുന്നത്. ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ് സാർ? പ്രയോജനം എന്താ വെച്ചാൽ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂർ നേഴ്സിംഗ് ഫീൽഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം വീട്ടിൽ വന്നു. എൻ്റെ വൈഫ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. ഞങ്ങൾ 2 പേരും നേഴ്സുമാരാണ്. ശരിക്കും പറഞ്ഞാൽ 2 പേരും നേഴ്സുമാരാണ്. പിന്നെ ഇങ്ങനെ ഞങ്ങളൊരു കോളേജ് ആശയം വന്ന് അങ്ങനെ ഞങ്ങൾ തുടങ്ങി. ചെറുതായി കുറച്ച് പാവപ്പെട്ട പിള്ളേർക്കാർ ചെറുതായിട്ട് തുടങ്ങിയതാണ്. തുടങ്ങി വന്നപ്പോൾ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടായി. ശരിക്കും എത്ര വർഷമായി നമ്മൾ ആരംഭിച്ചിട്ട്? തുടങ്ങിയിട്ട് 12 വർഷത്തിന് മുകളിലായി നമ്മൾ തന്നെ തുടങ്ങി. ഒരു കാര്യം കൂടെ നമ്മുടെ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗേൾസിന് ഹോസ്റ്റലുണ്ട്, അതുപോലെ ബോയ്സും ഞാൻ കണ്ടു. അവർക്ക് വല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റലാണ്. അത് ശരി. നമ്മളിത് കാണുന്ന ആളുകൾക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ, ഈ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിലെ എക്സാമിന് ബോർഡ് എക്സാം ആണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും വരുന്നത്. അത് ശരി. അതിനകത്ത് BSS എന്ന് പറഞ്ഞാൽ ഭാരത സേവക സമാജം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അടുത്ത് 2500 കോഴ്സിന് മുകളിലുള്ളതാണ് നമുക്ക് ആ ബോർഡിന്. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കോഴ്സുകൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ബോർഡ് എക്സാം തന്നെ അവർ തന്നെ എക്സാം നടത്തുന്നത്. അത് സെക്കൻഡ് ഇയറിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ 2 മാർക്ക് ലിസ്റ്റും കിട്ടും. അതിൻ്റെ കൂടെ തന്നെ BSSന്റെ തന്നെ സർട്ടിഫിക്കറ്റും BSSന്റെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ശരി. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് സെല്ല് നമുക്ക് ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. നമുക്ക് അതിന് വേണ്ടി തന്നെ സെല്ലുണ്ട്. നമുക്ക് 42 ഹോസ്പിറ്റലോളം നമുക്ക് തയ്യപ്പുണ്ട്. ശരി. ഓൾ ഇന്ത്യയിലായിട്ട് ഏറ്റവും കൂടുതലുള്ളത് ഹൈദരാബാദ്, മഹാരാഷ്ട്ര, UP അതാണ് മെയിനായിട്ട്. പിന്നെ കേരളത്തിലുമുണ്ട്. അതേപോലെ അഡ്മിഷൻ ഒക്കെ നമുക്ക് ദൂരം നിന്നൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഓൺലൈനിൽ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? ഓൺലൈനിൽ എടുക്കാൻ സൗകര്യമുണ്ടോ? നമ്മുടെ സൈറ്റ് ഒക്കെ ഉണ്ടല്ലേ? സൈറ്റ് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോണിൽ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം സൈറ്റ് കുറേ ആൾക്കാരൊക്കെ വാട്സപ്പ് മാത്രമേ കാണുള്ളൂ. അങ്ങനെ വാട്സപ്പിൽ കൂടെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഏത് രീതിയിലും നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിന് ഞങ്ങൾ സ്റ്റാഫ് എല്ലാം നല്ല പ്രിപ്പയർഡാണ്. അത് ശരി. ഇവിടെ എനിക്ക് മനസ്സിലായി, നല്ല സഹകരണമുള്ള സ്റ്റാഫുകൾ. സ്ഥാപനത്തിന്റെ വലിയ വിജയമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വിജയം തന്നെ അതാണ്. എല്ലാവരും തന്നെ സഹകരിച്ച് ഞങ്ങളുടെ ഒരേ മനസ്സോടെ. സാറേ, ഈ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്ത കുട്ടികളെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായും ശ്രദ്ധിക്കാറുണ്ട്. അതായത് എല്ലാ ഇയറിലെ കുട്ടികൾക്കും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ ഉണ്ട്. പണ്ട് തൊട്ടുള്ള ഏറ്റവും ആദ്യത്തെ ബാച്ച് തൊട്ട് ഇപ്പോഴും നമ്മളോട് കോൺടാക്ട് ഉണ്ട്. ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർ വഴിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നമുക്ക് വരുന്നത്. ഫോളോ അപ്പ് വഴി തന്നെയാണ് നമുക്ക് അഡ്മിഷൻ വരുന്നത്. നമ്മൾ നല്ല രീതിയിൽ നടത്തുന്ന കാരണം അവർ നമുക്ക് കുട്ടികളെ തരും. ഒത്തിരി പിള്ളേരുടെ അനിയന്മാരും ഇവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ കസിൻസ് പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ വലിയ പരസ്യം പോലും കൊടുത്തിട്ടില്ല. കുട്ടികൾ വഴിയുള്ള പരസ്യമാണ്. പിന്നെ നമ്മൾ എന്നാ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളത് കാരണം ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ്, അതായത് ഇപ്പോൾ ഒത്തിരി ഏജൻസുമായിട്ട് നമുക്കറിയാം. അവർ വരുവാണെങ്കിൽ നമ്മളൊക്കെ കോണ്ടാക്ട് ചെയ്യും. പിള്ളേരുണ്ടോ ഇങ്ങനെ കേരള വിസ, അങ്ങനെ ഒത്തിരി വിസകൾ വരുന്നുണ്ട്. അപ്പോൾ UK ആണെങ്കിലും കുവൈറ്റ്, സൗദി എല്ലാം ഇഷ്ടം പോലെ പിള്ളേർ പോകുന്നുണ്ട്. അവർക്ക് നമ്മൾ ഇവർ നമുക്ക് തരുന്ന ഈ ഏജൻസ് നമുക്ക് തരുന്ന അഡ്വർടൈസ്മെന്റ് നമ്മൾ ഗ്രൂപ്പ് വഴി ഇട്ട് കൊടുക്കും. ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെ പോകാം.
അത് പോവുകയാണെങ്കിൽ നമുക്ക് കമ്മീഷൻ കുറച്ച് പോകാം. അതിന് നമ്മുടെ കമ്മീഷൻ നമ്മൾ കുറച്ച് നമുക്ക് കമ്മീഷൻ വേണ്ട, ഡയറക്റ്റ് ഏജൻസുമായിട്ട് ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ ഒത്തിരി പിള്ളേർ കയറി പോകുന്നു. ശരി. എന്തായാലും സ്ഥാപനത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ച താങ്കൾക്ക് പ്രത്യേക നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കാണുന്നവർ 100% ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് കേട്ടോ, നിങ്ങൾ പൈസ ഉള്ളതുപോലെ കൊണ്ട് അടയ്ക്കുന്നേ, അങ്ങനെ പറയുന്ന ഒരു MD എവിടെയെങ്കിലും കാണുമോ? ആ മാന്യ മനസ്സിന്, ആ മാന്യ ദേഹത്തിന് വലിയൊരു നന്ദി. മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാബ് ചങ്ങനാശ്ശേരി.